Hi teachers, welcome to Kite Victors. Welcome to our CATET classes. So in my previous episode, we have been discussing about who is considered as the master of constructivism. So we know that the master of constructivism is Jean Piaget, and the master of social constructivism is Lev Vygotsky. Okay, now let's begin. We are going to discuss the question. The chief proponent of method silent way is, who proposed the method silent way? Charles Curran? No. Caleb Gatin-Go? Aranu? It is Caleb Gatin-Go. He is the proponent of silent way. So what is special about silent way? In silent way, the role of the teacher is almost silent. Teacher speaks something, but students have to work in individually and in groups. So therefore, for this question, the correct answer is B, Caleb Gatin-Go. Let's go to the next question. Creation of language situation in second language classroom is meant for. ക്രിയേഷൻ ഓഫ് ലാംഗ്വേജ് സിറ്റുവേഷൻ, ഒരു ക്ലാസ് മുറിയിൽ ഭാഷാ സാന്നിധ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇമിറ്റേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ. കറക്റ്റാണോ? വി ആർ നോട്ട് ഫോളോയിങ് ഇമിറ്റേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ. ഇമിറ്റേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ ഈസ് ഓൺലി ഇൻ ബിഹേവിയറിസ്റ്റ് പാരഡൈം. ഓക്കെ, so the second option is contextual use of language. Third one is planning of activities, and D is giving assignments. ഇതാ കറക്റ്റ്. ക്ലാസ് മുറിയിൽ ഭാഷാ പഠനത്തിന് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത എന്താ? കറക്റ്റ് ആൻസർ ഈസ് ബി, കോണ്ടെക്സ്റ്റുവൽ യൂസ് ഓഫ് ലാംഗ്വേജ്. ക്ലാസ് റൂം കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ടീച്ചർ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യണം. ടീച്ചറുടെ ലാംഗ്വേജും കുട്ടികളുടെ ലാംഗ്വേജും എന്തായിരിക്കണം? ക്ലാസ് റൂം കോണ്ടെക്സ്റ്റിനനുസരിച്ചായിരിക്കണം. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റിഫ്ലക്റ്റീവ് ടീച്ചർ. ഹു ഈസ് എ റിഫ്ലക്റ്റീവ് ടീച്ചർ? എന്താ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രതിഫലനം. ഒരു ക്ലാസ് നടന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിനെക്കുറിച്ചുള്ള ടീച്ചറുടെ പ്രതിഫലനത്തെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ റിഫ്ലക്റ്റീവ് ടീച്ചർ, വാട്ട് ഡസ് എ റിഫ്ലക്റ്റീവ് ടീച്ചർ ഡു? ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ മാറ്റം വരുത്താനുണ്ട്, ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ടീച്ചറായിരിക്കും റിഫ്ലക്റ്റീവ് ടീച്ചർ. അപ്പോൾ ടീച്ചർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കും. ആ ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിലേക്ക് പോകും. ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാലോ, ഡ്യൂറിങ് ക്ലാസ് റൂം വി മേ ഫൈൻഡ് ദാറ്റ് certain children are lagging behind. They need more support. So therefore, after the class, what will we do? When we prepare a teaching manual for the next class, we will include certain things so that we can help the students who are lagging behind. So therefore, the correct option is C. What is C? Always tries to improve his own teaching or her own teaching. So therefore, a reflective teacher always tries to improve his own or her own teaching. So the correct option is C. Let us go to next question. In collaborative learning, എന്താ collaborative learning? സഹവർത്തിത്വ പഠനം അല്ലെങ്കിൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് സഹവർത്തിത്വ പഠനം. ഇൻ കൊളാബറേറ്റീവ് ലേണിംഗ്, knowledge construction takes place. Rote learning occurs. C. Peer interaction does not happen. D. Writing tests will be easier. ഏതാ കറക്റ്റ് ആൻസർ? കൊളാബറേറ്റീവ് ക്ലാസ് റൂമിൽ എന്താ നടക്കുക? കൊളാബറേറ്റീവ് ക്ലാസ് റൂമിൽ നോളജ് കൺസ്ട്രക്ഷൻ, അറിവ് നിർമ്മാണം നടക്കുന്നത് ഒരു കൊളാബറേറ്റീവ് ക്ലാസ് റൂമിലായിരിക്കും. അറിവ് നിർമ്മാണം നടക്കുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് മുറിയിലോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് മുറിയിലോ ആയിരിക്കും. സോ ദെർഫോർ, ഇൻ എ കൊളാബറേറ്റീവ് ക്ലാസ് റൂം, സ്റ്റുഡൻസ് ഡിസ്കസ്, ദേ സിറ്റ് ടുഗദർ, ദേ വിൽ എക്സ്ചേഞ്ച് ഐഡിയാസ്, ആൻഡ് ഇറ്റ് വിൽ ഫൈനലി ലീഡ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡിസ്കോഴ്സ്. So the correct option for this question is A. Option A is the correct answer. Now let us go to next question. The method used by a teacher to learners, derive rules from example is. ഉദാഹരണങ്ങളിൽ നിന്ന് റൂൾസ് ഉണ്ടാക്കുന്നതിന് എന്ത് പറയും? രണ്ട് അപ്രോച്ചസാണ് ഉള്ളത്. അതിലൊന്ന് നോക്കുക, എ സിറ്റുവേഷണൽ മെത്തേഡ് അല്ല,
ബി ഇൻഡക്റ്റീവ് മെത്തേഡ്, സി ഡിഡക്റ്റീവ് മെത്തേഡ്, ഡി ട്രാൻസ്ലേഷൻ മെത്തേഡ്. അപ്പോൾ എയും ഡിയും അല്ല, പിന്നെ ഏതാണ്? ബി ആണോ സി ആണോ? എന്താ ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ? എക്സാമ്പിൾസ് ടു റൂൾസ്. കുറേ എക്സാമ്പിൾ കൊടുത്തിട്ട് അതിൽ നിന്ന് റൂൾ ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം റൂൾസ് കൊടുക്കും, റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാമ്പിൾ ഉണ്ടാക്കുന്നതാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. സോ therefore the correct answer is option B, inductive method. What is inductive method? Inductive method is teacher presents a number of examples in the class. Based on the examples, students have to arrive at the rules. So correct option is B, that is inductive method. Okay. So inductive method, teacher presents several examples. For example, a teacher may give sentence like, he plays football, she sings well, Ram reads a book. അപ്പോൾ എന്താണ്? എല്ലാത്തിലും സിമ്പിൾ പ്രസൻ്റ് ആണ്. He plays football, she sings well, Ram reads a book, and students identify that when the subject is singular, he, she or Ram, they have to use the word with, they have to use plays, okay, they have to use sings, or they have to do reads. When the subject is singular, we have to add singular verb to it. ഇതിൻ്റെ പേരാണ് അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കാവുന്നതാണ് ക്ലാസ് മുറിയിൽ കുട്ടികളെ കൊണ്ട് റൂൾ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ക്രിയേറ്റീവ് ഡ്രാമ ആക്ടിവിറ്റീസ് ഇൻ ദ ലാംഗ്വേജ് ക്ലാസ് റൂം ആർ മെയിൻലി മെൻറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ബോഡിലി കൈനിസ്തെറ്റിക് ഇൻ്റലിജൻസ്, ഓൾ ദ എബോവ്. എന്താ ഈ ക്രിയേറ്റീവ് ഡ്രാമ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ക്രിയേറ്റീവ് ഡ്രാമ? റോൾ പ്ലേ ഈസ് എ ക്രിയേറ്റീവ് ഡ്രാമ, ഡ്രമാറ്റൈസേഷൻ ഈസ് എ ക്രിയേറ്റീവ് ഡ്രാമ, TPR, total physical response is also a creative drama, and even readers theatre is a creative drama, choreography is a creative drama. ഈ ക്രിയേറ്റീവ് ഡ്രാമയിൽ എന്താ നടക്കുന്നത്? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടോ? രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടോ? യെസ്, ഇൻ എ ക്രിയേറ്റീവ് ഡ്രാമ ദർ ഈസ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ക്യാൻ ബി. ഇതൊക്കെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസും ബോഡിലി കൈനീസ്തെറ്റിക് ഇൻ്റലിജൻസും ഒക്കെ ഏതിൽ പെടും? ഏതാ? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. എന്താ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള കുറേ ഉണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഡി ആണ്, ഓൾ ദ എബോവ്. ക്രിയേറ്റീവ് ഡ്രാമയിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടാവും. അതേപോലെ ബോഡിലി കൈനീസ്തെറ്റിക്, ബോഡി മൂവ്മെൻറ്റിൻ്റെതാണ് ബോഡിലി കൈനീസ്തെറ്റിക് ഇൻ്റലിജൻസ്. സോ എ ക്രിയേറ്റീവ് ഡ്രാമ ഈസ് വെരി ഗുഡ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് മോസ്റ്റ് ഓഫ് ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആസ്പെക്ട്സ് ഇൻ ക്രിയേറ്റീവ് ഡ്രാമ. എന്തുകൊണ്ടാണ് ക്രിയേറ്റീവ് ഡ്രാമയെ നമ്മൾ ക്ലാസ് റൂമിൽ ക്രിയേറ്റീവ് ഡ്രാമ നടത്തണമെന്ന് പറയുന്നത്? കുട്ടികൾക്ക് വിവിധ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആസ്പെക്റ്റുകൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നത് കൊണ്ട്. ഓക്കെ, വി വിൽ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസം? ആ നോട്ട് ഓർമ്മിക്കുക, കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ഏതാ? ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ലേണർ. അത് കൺസ്ട്രക്റ്റിവിസത്തിലുണ്ട്. ഇൻ എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ദേ ആർ ഫ്രണ്ട്സ്. ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ. ഓക്കെ. ബി, ഗസ് വർക്ക് ആൻഡ് ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ്. ഗസ് വർക്കാണ്, ഒരു വേർഡിൻ്റെ മീനിങ് എന്താണ് എന്ന് ഗസ് ചെയ്യുന്നതുണ്ടാവും, അല്ലേ? ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ് ഉണ്ടാവും. അതും കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി സി, ഹാബിറ്റ് ഫോർമേഷൻ ഓഫ് ലേണേഴ്സ്. ഹാബിറ്റ് ഫോർമേഷൻ ഏതിലാണ് നടക്കുന്നത്? ഹാബിറ്റ് ഫോർമേഷൻ നടക്കുന്നത് ബിഹേവിയറിസത്തിൽ മാത്രമാണ്. ഡി ആണെങ്കിലോ കൊളാബറേഷൻ എമംഗ് ലേണേഴ്സ്. സോ എ, ബി ആൻഡ് ഡി ആർ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് constructivism. So therefore C, habit formation is not an aspect of constructivism. It is one of the features of what? Behaviorism. Okay, let's go to the next one. Which is not a strategy or humanistic approach? മാനവീയ സമീപനം അല്ലാത്തത് ഏതാണ്? എ, ഓപ്പൺ സെമിനാർ. ഓപ്പൺ സെമിനാർ ഏതാ? എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഇമോഷണൽ സപ്പോർട്ടുമാണ്.
അതോറിറ്റേറ്റീവ് ടീച്ചിങ്. ഇത് അതോറിറ്റേറ്റീവ് ടീച്ചിങ്, ടീച്ചർ എല്ലാം അറിയുന്ന ഒരു അതോറിറ്റിയാണ്, കുട്ടിക്കൊന്നും അറിയില്ല. അത് ഏതാണ്? ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചല്ല. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കുട്ടി ഒന്നും അറിയാത്തവനല്ല, കുട്ടിക്ക് മുന്നറിവുണ്ട്, കുട്ടിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ അതോറിറ്റേറ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് മാത്രമേ എല്ലാം അറിയൂ, കുട്ടിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്ന അതോറിറ്റേറ്റീവ് ടീച്ചിങ് ഏതിൻ്റെ പ്രത്യേകതയാണ്? അതൊരു ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചല്ല. നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കേണ്ടത് ഒരു ഹ്യൂമനിസ്റ്റിക് സമീപനമാണ്, ടീച്ചർ അതോറിറ്റി അല്ല. ഓർമ്മിക്കുക. വൈ? ബിക്കോസ് ചൈൽഡ് ഈസ് ബോൺ വിത്ത് ആൻ ഇന്നേറ്റ് എബിലിറ്റി ടു ലേൺ ലാംഗ്വേജ്. ചൈൽഡ് ഹാസ് സം pre-notions, some experiences. Therefore, child is not an idiot or a fool, and teacher knows everything. So that theory is over. So previously എന്താ പറയുന്നത്? കുട്ടിയുടെ മനസ്സൊരു ക്ലീൻ സ്ലേറ്റ് ആണ്. ടീച്ചർ ആണെങ്കിലോ ടീച്ചർ നോസ് എവറിത്തിങ്. So now that philosophy is already thrown away. Today we believe in the philosophy of humanistic approach. Next one, language learning becomes interesting and engaging when teaching is text oriented, activity based, exam oriented, teacher oriented. ഏതാണ്? ലാംഗ്വേജ് ലേണിംഗ് ഇൻട്രസ്റ്റിങ്ങും എൻഗേജും ആവണമെങ്കിൽ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആണോ? വളരെ ബോറായിരിക്കും വെറും ടെക്സ്റ്റ് മാത്രമായാൽ. ആക്ടിവിറ്റി ബേസ്ഡ് ആണെങ്കിലോ പ്രവർത്തനാധിഷ്ഠിതമാണെങ്കിലോ വളരെ രസമുണ്ടായിരിക്കും. കുട്ടികൾക്ക് ഒരു റോൾ പ്ലേ ചെയ്യാനും അല്ലേ, കുട്ടികൾക്കൊരു തിയേറ്റർ ഗെയിം ചെയ്യാനും ഒക്കെയുള്ള പ്രവർത്തനം കൊടുത്താലോ ക്ലാസ് റൂം ആക്ടിവിറ്റി വിൽ ബി വെരി 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 ഇൻട്രസ്റ്റിംഗ്. സോ therefore for this question the correct answer is option B. Option B, activity based, is the correct answer. Okay, let's go to in the next one. Mind mapping can be used to. എന്താ ഈ മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, ഒരു പദസൂര്യൻ, ഒരു പ്രധാനപ്പെട്ട വേർഡ് നടുവിൽ എഴുതുക. ഉദാഹരണമായിട്ട് നമ്മൾ എഴുതുന്നു ആനിമൽസ്. ആനിമൽസ് എന്ന് സെൻറ്ററിൽ എഴുതിയാലോ അതിനൊരു സൂര്യൻ പോലെ, പദസൂര്യൻ പോലെ കുറേ ഭാഗങ്ങളുണ്ടാവും. ഒന്നിൽ നമുക്ക് എഴുതാം ഇഷ്ടമുള്ള ആനിമലിൻ്റെ പേര് കൗ, വേറൊന്നിൽ റാബിറ്റ് അല്ലേ, വേറൊന്നിൽ ലയൺ അല്ലേ, വേറൊന്നിൽ മങ്കി ഓർ ഡോങ്കി. ഇങ്ങനെ എഴുതുന്നതിൻ്റെ പേരാണ് മൈൻഡ് മാപ്പിംഗ്. എന്താ മൈൻഡ് മാപ്പിംഗ്? മൈൻഡ് മാപ്പിംഗ് സാധാരണ സഹായിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പാരഗ്രാഫോ ഒരു കഥയോ വായിച്ചിട്ട് അല്ലേ, ആ കഥയുടെ പേര് എൻ്റെ സെൻറ്ററിൽ എഴുതുക, അതിൻ്റെ കഥാപാത്രങ്ങളുടെ പേര് ചുറ്റും എഴുതുക. ഇതിൻ്റെ പേരാണ് മൈൻഡ് മാപ്പിംഗ്. മൈൻഡ് മാപ്പിംഗ് ഏറ്റവും പ്രധാനം റീഡിംഗ് കോംപ്രിഹെൻഷനെ സഹായിക്കുന്നതാണ് മൈൻഡ് മാപ്പിംഗ്. ക്ലാസ് മുറിയിൽ മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പിംഗ് സാധാരണ ഉപയോഗിക്കാറുണ്ട്. പുതിയ വാക്കുകൾ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ മെയിൻ ആശയങ്ങൾ രേഖപ്പെടുത്താനോ ഒക്കെ മൈൻഡ് മാപ്പിംഗ് ഉപയോഗിക്കാം. സോ മൈൻഡ് മാപ്പിംഗ് ഈസ് എ സ്ട്രാറ്റജി ഇൻ വിച്ച് we can learn the important ideas as part of the reading comprehension. So what is the option? Draw pictures of the mind, no. A. B. Research the functioning of the mind, no. A and B are not correct. C. Improve reading comprehension. So therefore answer is option C, improve reading comprehension. ഓർമ്മിക്കുക അല്ലേ, റീഡിങ്ങിനും റൈറ്റിങ്ങിനും സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ് മാപ്പ്. റൈറ്റിംഗ് ഇതിലില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും പുതുതായിട്ടൊന്ന് എഴുതണമെങ്കിലോ മൈൻഡ് മാപ്പ് ചെയ്തിട്ട് ധാരാളം ആശയങ്ങൾ ജനറേറ്റ് ചെയ്യുക, ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതാം. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചാലോ അല്ലെങ്കിൽ സ്റ്റോറി വായിച്ചാലോ അല്ലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരു പദസൂര്യനിലേക്ക് ആക്കുക. അപ്പോൾ അത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും, കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ therefore മൈൻഡ് മാപ്പ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ reading comprehension and for writing. Among these options we have only reading comprehension or writing. So C is the correct answer. So next one is structural words include. What do you mean by structural words? ഒരു ഭാഷയിലെ എല്ലാ വാക്കുകളെയും രണ്ടായി തരംതിരിക്കാം. അതിലൊന്ന് കോണ്ടൻറ്റ് വേർഡ്സ് ആൻഡ് ഗ്രമാറ്റിക്കൽ വേർഡ്സ് അല്ലേ. സ്ട്രക്ചറൽ വേർഡ്സിൻ്റെ മറ്റൊരു ഫോമാണ് ഗ്രമാറ്റിക്കൽ വേർഡ്സ് ആണ്. എന്താ, ഏതൊക്കെയാണ് ഭാഷയുടെ വാക്കുകളെ രണ്ടായി തരംതിരിക്കാമെന്ന് പറഞ്ഞു? ഒന്ന് സ്ട്രക്ചറൽ വേർഡ്സ് ആൻഡ് കോണ്ടൻറ്റ് വേർഡ്സ്, ഓർ ലെക്സിക്കൽ വേർഡ്സ് ആൻഡ് ഗ്രമാറ്റിക്കൽ വേർഡ്സ്. രണ്ടും ഒന്ന് തന്നെയാണ്. എന്താ സ്ട്രക്ചറൽ വേർഡ്സ്? പ്രധാനപ്പെട്ട കോണ്ടൻറ്റ് വേർഡ്സ്, ആശയം പകരുന്ന വാക്കുകൾ ഏതൊക്കെ? ആശയം പകരുന്ന വാക്കുകളാണ് നൗൺ, വേർബ്, അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വേർബ്. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നോക്കിയാൽ നൗണും വേർബും അഡ്ജക്റ്റീവും ആഡ്വേർബുമാണ് ആശയധാരണയുള്ള വാക്കുകൾ. പക്ഷേ പ്രിപ്പോസിഷൻസ് അതുപോലെ ലിങ്കേഴ്സ് ഇതൊക്കെയോ സ്ട്രക്ചറൽ വേർഡ്സാണ്.
സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറൽ കറക്റ്റാക്കാൻ വേണ്ടുന്ന വാക്കുകളാണ്. സെൻറ്റൻസിൻ്റെ ആശയം കറക്റ്റാക്കാൻ വേണ്ടുന്ന കോണ്ടൻറ്റ് വേർഡ്സിനെയാണ് നമ്മൾ പറയുന്നത്. വാട്ട് ആർ ദ കോണ്ടൻറ്റ് വേർഡ്സ്? ദർ ആർ ഓൺലി 4 കോണ്ടൻറ്റ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. ദേ ആർ നൗൺസ്, ദേ ആർ വേർബ്സ്, they are adjectives and they are adverbs. All these 4 words are called as content words or structural words. All other words like prepositions, conjunctions, okay, all these words are known as, or auxiliary verbs, all these words are known as either structural words or grammatical words. ഈ ചോദ്യം വരും, കുറേ പ്രാവശ്യം വന്ന ചോദ്യമാണ്. ഭാഷയിലെ വാക്കുകളെ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. നെക്സ്റ്റ് വൺ, the structural approach of English language teaching advocates learning through. structural approach എന്താ പറയുന്നത്? ഏത് ലേൺ ചെയ്യണം? എ, ഡിഫറെൻറ്റ് രജിസ്റ്റർ ഇൻ ലാംഗ്വേജ്, എറർ കറക്ഷൻ, മഗ്ഗിങ് ഓഫ് എസ്സേ, സിസ്റ്റമാറ്റിക് സെലക്ഷൻ ആൻഡ് ഗ്രേഡിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഓർമ്മിക്കുക, സ്ട്രക്ചറൽ അപ്രോച്ചിൽ സ്ട്രക്ചേഴ്സ് എന്ന് തന്നെ മീനിങ്ങിലുണ്ട്. ഡിയിൽ കാണാം, സ്ട്രക്ചേഴ്സ് കാണാം. സിസ്റ്റമാറ്റിക്കായിട്ട് സ്ട്രക്ചർ അല്ലെ വ്യാകരണ രൂപങ്ങൾ പഠിക്കുന്നതാണ് കറക്റ്റ് ആൻസർ. Therefore, the correct answer for this question is D, a systematic selection of grading of structures. That is the correct answer. Okay? Are you ready to read the next question? Yeah. Which of the following can be viewed as a feature of constructivist approach? താഴെ പറയുന്നവയിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൻ്റെ ഭാഗങ്ങൾ ഏതാണ്? കൊളാബറേറ്റീവ് ലേണിംഗ് കൺസ്ട്രക്റ്റിവിസത്തിലുണ്ട്. ഡയലോഗിക് ടീച്ചിങ് ആൻഡ് ലേണിംഗ് അതും കൺസ്ട്രക്റ്റിവിസത്തിലുണ്ട്. യൂസ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അതും കൺസ്ട്രക്റ്റിവിസത്തിലുണ്ട്. ഡി, ഓൾ ദ എബോവ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ഹാസ് ഗോട്ട് കൊളാബറേറ്റീവ് ലേണിംഗ്, ഇറ്റ് ഹാസ് ഗോട്ട് ഡയലോജിക് ലേണിംഗ്, ഇറ്റ് ഹാസ് ഗോട്ട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. Therefore, all the above is the correct answer. So, correct answer for this question is option D. Next one is dash refers to support teachers offer to students as the learn new concepts. ഒരു പുതിയ കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെ പേരെന്താ? നമ്മൾ പറഞ്ഞു കൺസ്ട്രക്റ്റിവിസത്തിൽ കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെ പേരാണ് സ്കാഫോൾഡിങ് അല്ലേ? അസിമിലേഷനും അക്കോമഡേഷനും അല്ല. സോ സ്കാഫോൾഡിങ് ഈസ് ദ സപ്പോർട്ട് ഗിവൺ ബൈ ദ സ്റ്റുഡൻറ്റ് ടു ലേൺ എ ന്യൂ കോൺസെപ്റ്റ് ഓർ എ ന്യൂ ഐഡിയ. സ്കാഫോൾഡിങ്, ഓപ്ഷൻ നമ്പർ സി, scaffolding is the correct answer. Okay, now we are going to the question. One of the following methods of teaching makes use of specialized teaching material called feedal charts. What is that method? ഫീഡൽ ചാർട്ടുകൾ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ചാർട്ടുകൾ എന്ന് ഓർമ്മിച്ചാൽ മതി. ഇറ്റ് ക്യാൻ ബി വൊക്കാബുലറി ചാർട്ട്സ് ഓർ ഇറ്റ് ക്യാൻ ബി പ്രൊനൗൺസിയേഷൻ ചാർട്ട്സ്. അത് ഉപയോഗിക്കുന്നത് ദ സൈലൻറ്റ് വേയിലാണ്, കുട്ടികൾ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ. ഇത്തരം ചാർട്ടുകൾ കൊടുത്തിട്ട് കുട്ടികൾ സ്വയം പ്രാക്ടീസ് ചെയ്യാനും ടീച്ചർ കുറച്ച് മാത്രം സംസാരിക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് ഓപ്ഷൻ സി, ദ സൈലൻറ്റ് വേ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ദ സൈലൻറ്റ് വേ. ഓക്കെ, നെക്സ്റ്റ് വൺ, റിഫ്ലക്റ്റീവ് ജേർണൽ ഓഫ് എ ടീച്ചർ ഈസ് മെൻ ഫോർ. നേരത്തെ പറഞ്ഞു എന്താണ് റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറഞ്ഞാൽ? ഒരു ക്ലാസ് എടുത്തതിന് ശേഷം ക്ലാസ്സിനെക്കുറിച്ചുള്ള പ്രതിഫലന കുറിപ്പ് എഴുതുന്ന പുസ്തകത്തിൻ്റെ പേരാണ് റിഫ്ലക്റ്റീവ് ജേർണൽ. സോ ആഫ്റ്റർ ദ ക്ലാസ് we will think about the class and we will think how can I make my classroom transaction better, how can I make my next class in the class better, how can I make it more inclusive. So we will write these kind of thoughts in a reflective journal. The reflective journal is meant for recording teaching plans. ടീച്ചിങ് പ്ലാൻസിന് വേണ്ടിയിട്ടല്ല, അതെന്തിനാണ്? പ്രതിഫലനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ്. റെക്കോർഡിംഗ് ദ സർവീസ് ഡീറ്റെയിൽസ് ഓഫ് ദ ടീച്ചർ, അതുമല്ല, ടീച്ചറുടെ സർവീസ് ഡീറ്റെയിൽസും അല്ല, റെക്കോർഡിംഗ് ദ എക്സ്പീരിയൻസ് ഓഫ് എ ടീച്ചർ ഇൻ വർക്കിംഗ് വിത്ത് സ്റ്റുഡൻസ്, റെക്കോർഡിംഗ് ദ ലേണർ അച്ചീവ്മെൻറ്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസസ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് സി, ഓപ്ഷൻ സി, റെക്കോർഡിംഗ് ദ എക്സ്പീരിയൻസ് ഓഫ് എ ടീച്ചർ in working with the students. Okay, that is the correct answer. Next one, methods of language teaching should consider. Language teaching endu consider cheyanam? The duration of the course, no, level, age group and ability of the learners, C, examination system, D, the meaning of words to be taught.
So what is the correct answer? Option B, level and age group and ability of the learner. നമ്മൾ എന്താണ് നമ്മൾ 1ാം ക്ലാസ്സിൽ പറയുന്ന രീതിയിലല്ല ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കേണ്ടത്. ഒരു 8th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കേണ്ട കുട്ടികളുടെ ലെവലും കുട്ടികളുടെ ഏജും കുട്ടികളുടെ കഴിവും അനുസരിച്ച് വേണം പഠിപ്പിക്കാൻ. സോ therefore option B is the correct answer. Okay. Now let's go to the next one. Behaviorism focused on, behaviorist focused on. Behaviorism ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്? Behaviorism ഏതാ? ഫസ്റ്റ് വൺ ഈസ് എ, ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റിംഗ് അലോൺ, കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. ബി, സി, ഒബ്ജക്റ്റീവ്ലി ഒബ്സർവബിൾ ബിഹേവിയേഴ്സ്, ഹെൽപ്പിംഗ് ദ ലേണർ അക്വയർ മീനിങ്. ആ ബിഹേവിയറിസം എന്ന ബിഹേവിയർ എന്ന വേർഡ് തന്നെ സിയിൽ കാണാം. ഒബ്ജക്റ്റീവ്ലി ഒബ്സർവബിൾ ബിഹേവിയർ. ദ ബിഹേവിയറിസത്തിൻ്റെ പ്രത്യേകത, ബിഹേവിയറിസം സെയ്സ് ദാറ്റ് ലേണിംഗ് ഈസ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ലേണിംഗ് ഈസ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ഇതിനെതിരായിട്ട് വന്നതാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അവരെന്താ പറയുന്നത്? ലേണിംഗ് ഈസ് നോട്ട് ചേഞ്ച് ഇൻ ബിഹേവിയർ, ലേണിംഗ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ബ്രെയിൻ ഓഫ് ദ ചൈൽഡ്. ലേണിംഗ് ഈസ് കൊഗ്നീഷൻ, ലേണിംഗ് ഈസ് തിങ്കിങ്. സോ therefore behaviorism focuses on objectively observing the behaviors of the children. Therefore the correct option is C. Correct answer is C. Option C is the correct answer. Okay. Let's go to the next one. Language learning methods based on the coordination of speech and action. The speechും ആക്ഷനും ഉള്ള ഏതാണ്? കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. ബി, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. സി, സൈലൻറ്റ് വേ. ഡി, ഡിറക്റ്റ് മെത്തേഡ്. ഏതാണ് ആൻസർ? സ്പീച്ചും ആക്ഷനും നടക്കുന്നത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസിലാണ്, TPRലാണ്. സോ therefore ഓപ്ഷൻ ബി, TPR, total physical response is the correct answer. Let's go to the next one. Which among the following is not an interactive teaching activity? Interactive teaching activity അല്ലാത്തത്. Lecturing A, B, role play, C, choreography, D, discussion. അതിൽ ബി, സി, ഡി എന്നിവ ഇൻ്ററാക്റ്റീവ് ആണ്. ലെക്ചറിങ്ങോ ഇൻ്ററാക്റ്റീവ് അല്ല. So at present I am doing lecturing, but I am trying to interact with you. So pure lecturing, if the teacher is lecturing and students are very passive, that is not interactive. Therefore the correct answer is A. A is the correct answer. Okay, option A, lecturing. Next one, which among the language learning theories is wrongly matched? Okay, ഇത് മാച്ചിങ് ആണ്. എ, ബി, സി, ഡിയിൽ മാച്ചിങ് കാണാം. സ്കിന്നർ ആൻഡ് ദ തിയറി ഓഫ് ബിഹേവിയറിസം കറക്റ്റാണ്. സ്കിന്നർ, ബി എഫ് സ്കിന്നറാണ് ബിഹേവിയറിസം പ്രൊപ്പോണൻറ്റ്. ക്രാഷൻ ആൻഡ് ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് വരും. സ്റ്റീഫൻ ക്രാഷൻ മുമ്പോട്ട് വെച്ച ഒരു ഹൈപ്പോത്തിസിൻ്റെ പേരാണ് ഇൻപുട്ട്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഇൻപുട്ട് ടീച്ചർ കൊടുക്കണം. അതിന് അദ്ദേഹം ഒരു പേര് കൊടുത്തിട്ടുണ്ട്, കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്. ഇഫ് വാട്ട് ഐ സേ യു അണ്ടർസ്റ്റാൻഡ്, ദെൻ മൈ ഇൻപുട്ട് ഈസ് കോംപ്രിഹെൻസിബിൾ. സോ ക്രാഷൻ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് കറക്റ്റാണ്. സി, ചോംസ്കി യൂണിവേഴ്സൽ ഗ്രാമർ, ദാറ്റ് ഈസ് കറക്റ്റ്. ബ്ലൂംഫീൽഡ് അക്കൾച്ചറേഷൻ മോഡൽ. ആരാണ് ബ്ലൂംഫീൽഡ്? ലിയോനാൾഡ് ബ്ലൂംഫീൽഡ് ഈസ് എ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ? ലിയോനാൾഡ് ബ്ലൂംഫീൽഡിൻ്റെ അടുത്ത് വേണ്ടത് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെത്തേഡ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അക്കൾച്ചറേഷൻ മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ജോൺ ഷൂമാൻ ആണ്. ജോൺ ഷൂമാൻ ആണ്. ലിയോനാൾഡ് ബ്ലൂംഫീൽഡ് പുട്ട് ഫോർവേഡ് ഹീസ് ദ അപ്പോസ്റ്റൽ ഓഫ്, ഹീസ് ദ ഹീസ് എ 20th century സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം ലിയോനാൾഡ് ബ്ലൂംഫീൽഡിന്. നെക്സ്റ്റ് വൺ, in modern pedagogy, LAD stands for, LAD എന്താ? ചോംസ്കി പ്രപ്പോസ് ചെയ്തതാണ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. According to Chomsky, every human being, every child born has an innate capacity to learn language. ആ innate capacity കൊടുക്കുന്ന വേർഡാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. പിന്നെ അദ്ദേഹം അതിനെ മാറ്റിയിട്ട് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളുടെയും ബ്രെയിനിൽ എന്തുണ്ട്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട്. ആ യൂണിവേഴ്സൽ ഗ്രാമർ ഉള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് സ്വതസിദ്ധമായി നാച്ചുറലായിട്ട് ലാംഗ്വേജ് മെല്ലെ മെല്ലെ
അക്വയർ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് വാട്ട്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ബി. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. LAD means option B. So thank you very much. I think you will practice it. In the next class, we will continue with some of the features of approaches and methods, and we will also discuss what is known as what is language acquisition and what is language learning. Thank you very much.